ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം മനു മിസ്സാണ്. ഓക്കെ, മക്കൾ എല്ലാവരും ഇപ്പൊ എക്സാമിന്റെ ഒരു ചൂടിലായിരിക്കും അല്ലെ. നമ്മളെ മെയിൻ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇനി എന്തായാലും നിങ്ങൾ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പരീക്ഷ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ, സ്ഥിതി വിവര കണക്ക് എന്നുള്ള ചാപ്റ്റർ. അപ്പൊ സ്റ്റാറ്റിയിൽ നിങ്ങൾ ഏറ്റവും അധികം സിമ്പിൾ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യങ്ങളാണ് ബാർ ഗ്രാഫുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരു ബാർ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം എന്ന് അറിയാത്ത ഒത്തിരി പേര് ഇപ്പോഴും നമ്മൾക്കിടയിൽ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഇപ്പൊ നിങ്ങളെ ബോർഡിൽ കാണുന്നുണ്ട്. അപ്പൊ വേഗം എന്റെ മക്കളൊന്ന് ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്താണ് ചോദ്യം? 6ാം ക്ലാസ്സിൽ കണക്ക് പരീക്ഷയിൽ 20 പേർക്ക് എ ഗ്രേഡും 50 പേർക്ക് ബി ഗ്രേഡും 20 പേർക്ക് സി ഗ്രേഡും 15 പേർക്ക് ഡി ഗ്രേഡും 5 പേർക്ക് ഇ ഗ്രേഡും ലഭിച്ചു. ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ചതുര ചിത്രം അല്ലെങ്കിൽ ബാർ ഗ്രാഫ് വരയ്ക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ വരയ്ക്കാനുള്ള കാര്യങ്ങളല്ലേടാ. നമുക്കൊരു മാത്സ് അധികം ആൾക്കാരും എപ്പോഴും നിങ്ങൾക്ക് തെറ്റിപ്പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉത്തരം തെറ്റിപ്പോകും എന്നുള്ള പേടിയാണ്, ടെൻഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ചെയ്യാനില്ലാതെ തന്നെ ഒരു ചിത്രം വരച്ചുകൊണ്ട് മാർക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമുള്ള വേറൊരു ചോദ്യമില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ടേബിൾ വൈസ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്തു. അപ്പൊ ടേബിൾ വൈസ് ആക്കിയിട്ട് നിങ്ങൾ എന്നെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇപ്പൊ ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? ഒരു ഗ്രേഡ് എന്നുള്ള ഒരു ടേബിൾ വേണം അല്ലെ, കള്ളി വേണം. അതേപോലെ തന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ല, കുട്ടികളുടെ മാർക്കുകളാണല്ലേ ഇവിടെ കൊടുത്തത് അല്ലെ, അല്ലെ നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നെ അല്ലെ. അപ്പൊ എത്ര പേർക്ക് എ ഗ്രേഡ് ലഭിച്ചു, അതേപോലെ തന്നെ എത്ര പേർക്ക് ബി ഗ്രേഡ് ലഭിച്ചു എന്നുള്ള ഒരു കണക്ക് നമ്മളൊരു ടേബിൾ വൈസ് ആക്കി സെറ്റ് ചെയ്യും. എന്തിനാ ടേബിൾ വൈസ് ആക്കുന്നത്? നമുക്കത് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ്, നമ്മൾ സാധാരണ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പം എക്സ് ആക്സിസും വൈ ആക്സിസും അല്ലെ, ഒരു താഴെയും മുകളിലും എന്താക്കിയിട്ടുണ്ടാവും, ഒരു ലൈൻസ് വരച്ചിട്ട് ആ ഒരു ഗ്രാഫിലേക്ക് ഈ നമ്പേഴ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഈ ഗ്രേഡുകളൊക്കെ സാധാരണ നമ്മളെ എവിടെയാ ഗ്രാഫിൽ കൊടുക്കുക? ഗ്രേഡുകള്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് ചിലപ്പോൾ മാസങ്ങളാണെങ്കിൽ മാസങ്ങള്, ക്ലാസ്സസ് ആണെങ്കിൽ ക്ലാസ്സസ്, ഇതൊക്കെ നമ്മളെ ഗ്രാഫിന്റെ താഴെയാണ് കൊടുക്കുക, താഴെയുള്ള ലൈനിലാണ് കൊടുക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് കാണുന്ന ഈ ഒരു ലൈനിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടതാ? യെസ്, കുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ ഏത് നമ്പർ ആണോ തന്നത്, അത് ഏത് ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് എത്ര എണ്ണങ്ങളാണോ തന്നത് അത് നേരെ കുത്തനെ ഉള്ളതിലാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ബാർ ഗ്രാഫ് വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. എ ഗ്രേഡ് കിട്ടിയ 20 പേരുണ്ട് അല്ലെ. അപ്പൊ എ ഗ്രേഡ് കിട്ടിയ 20 പേര് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, 20ന്റെ നേരെ, 20 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, 20ന്റെ നേരെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇതേ ഒരു ചെറിയ ബാർ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഇത് എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണമായി. ഇനി ബി ഗ്രേഡ് കിട്ടിയ എത്ര പേരുണ്ട്? 50 പേര്. അപ്പൊ 50 പേര് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, നേരെ ഇവിടെ വരും അല്ലെ. അപ്പൊ 50 പേര് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു കുഞ്ഞി ബാർ ഗ്രാഫ് ബി ഗ്രേഡിലും വരയ്ക്കാൻ പോവാണ്. അതാ നോക്കിക്കേ, അതൊന്ന് വളഞ്ഞു പോയി അല്ലെ, സാരല്ല, നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ബി ഗ്രേഡ് കിട്ടിയ 50 പേര്, സി ഗ്രേഡ് കിട്ടിയ 20 പേര്. അപ്പൊ സി ഗ്രേഡ് കിട്ടിയ 20 പേര് എന്ന് പറഞ്ഞാൽ എവിടെ വരും? 20 വീണ്ടും ഇവിടെ തന്നെ വരും അല്ലെ. അപ്പൊ 20 സി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബാർ ഗ്രാഫിലേക്ക് കൊണ്ടുവരാം. വളഞ്ഞൊന്നും പോവരുത് കേട്ടോ, സ്കെയിലൊക്കെ യൂസ് ചെയ്ത് കൃത്യമായി തന്നെ എൻ്റെ മക്കൾ വരയ്ക്കാം. ഓക്കെ, അപ്പൊ സി ഗ്രേഡ് കിട്ടിയവരുടെ ആയി. ഇനി അടുത്തത് ഡി ഗ്രേഡ് കിട്ടിയ 15 പേർ. 15 എന്ന് പറഞ്ഞാല് 10ന്റെയും 20ന്റെയും ഇടയിൽ ഇവിടെ വരും അല്ലെ. അപ്പൊ 15 പേർക്ക് നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? ഒരു ബാർ ഗ്രാഫ് സെറ്റിൽ ചെയ്യാം. ഇതേ നോക്കിക്കേ, എൻ്റെ ലൈന് വളയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് കൃത്യമായിട്ട് വരയ്ക്കുക കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് ഇ ഗ്രേഡ് കിട്ടിയ 5 പേർ. 5 പേർ എന്ന് പറഞ്ഞാൽ 10ന്റെയും താഴെ വരും, ഇവിടെ വരും, കുഞ്ഞി ബാർ ഗ്രാഫ് ആയിരിക്കും അല്ലേ. ഇതായിരിക്കും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവുക, ചതുരചിത്രമാക്കിയിട്ട് നമുക്ക് കിട്ടിയ യെസ് ബാർ ഗ്രാഫ്. ചതുരചിത്രം അല്ലെങ്കിൽ ബാർ ഗ്രാഫ് ആരുടെ? ആ ക്ലാസ്സിലെ കുട്ടികളുടെ ഗ്രേഡുകൾ അനുസരിച്ചുള്ള ചിത്രം. അപ്പൊ എളുപ്പത്തിൽ ഈ ഒരു ചിത്രം വരച്ചിട്ട് നിങ്ങൾക്കൊരു മാർക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് സ്റ്റാറ്റി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട ഒരുപാട് ചോദ്യങ്ങളായിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.